76ാം റിപ്പബ്ലിക് ദിനത്തിന്റെ ചരിത്ര ശോഭയിലാണ് രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും സൈനിക കരുത്തും പ്രകടമാക്കുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. ആഘോഷ ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാന്റോ മുഖ്യ അതിഥിയായി. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചതോടെയാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ ആരംഭിച്ചത്. പരമ്പരാഗത രീതിയിൽ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാന്റോയോടൊപ്പം കർത്തവ്യപഥത്തിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം ചെയ്തു. ആചാരവെടികളോടെ റിപ്പബ്ലിക് ദിന പരേഡിന് ഔപചാരിക തുടക്കം. ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെയും ബാൻഡിന്റെയും കണ്ടിജന്റുകൾ ശ്രദ്ധേയമായി. ഭീഷ്മ ടാങ്ക്, നാഗ് മിസൈൽ, ഛേദക്, കപിധ്വജ്, ത്രിപുരാന്തക്, ബ്രഹ്മോസ് എന്നിവ ഇന്ത്യയുടെ ആയുധ കരുത്ത് കാട്ടി. കര, വ്യോമ, നാവികസേനകളും NCC, NSS സംഘാംഗങ്ങളും മാർച്ച് പാസ്റ്റിന്റെ ഭാഗമായി. 5000 ആദിവാസി കലാകാരന്മാർ അണിനിരന്ന കലാരൂപങ്ങളും 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിന് വർണ്ണപ്പൊലിമ നൽകി. കരസേനയുടെ മോട്ടോർ സൈക്കിൾ സംഘം ഡെയർ ഡെവിൾസിന്റെ 20.4 അടി ഉയര പിരമിഡ് റെക്കോർഡ് പ്രകടനമായി. 47 എയർക്രാഫ്റ്റുകളുടെ ത്രസിപ്പിക്കുന്ന ഫ്ലൈപാസ്റ്റോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡ് സമാപിച്ചത്. ഓരോ കാഴ്ചയിലും അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.